ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ദേവി ആലിയാബായി ഹോൾക്കർ എയർപോർട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്. ഇൻഡോർ മധ്യപ്രദേശിലാണ്. ചൈന ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയെ ചൈനയിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ഗോത്രവർഗത്തിലെ യുവതി യുവാക്കൾക്ക് ഉപജീവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? കേട്ടിക് എന്നാണ്. കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ എന്നാണ് കേട്ടിക്കിൻ്റെ ഫുൾ ഫോം. ദേശീയ പരിപാടികളെക്കുറിച്ചുള്ള വിവരം പൗരന്മാർക്ക് ലഭിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റ് ഏതാണ്? രാഷ്ട്രപർവ്. വിഴിഞ്ഞം തുറമുഖത്തിലെത്തിയ 100ാമത്തെ കപ്പൽ MSC മിഷേല. ജീവനക്കാരുടെ ആസ്തി, ബാധ്യതകൾ എന്നിവ രഹസ്യവിവരമല്ല എന്ന് ഈയിടെ വിധിച്ച ഹൈക്കോടതി ഏത്? മദ്രാസ് ഹൈക്കോടതി. പാച്ചല്ലൂർ സുകുമാരൻ മെമ്മോറിയൽ അവാർഡ് 2024 ലഭിച്ചത് K. ജയകുമാറിനാണ്. ചൈനയുമായി സംഘർഷം നിലനിന്നിരുന്ന കിഴക്കൻ ലഡാക്കിലെ തടാകക്കരയിൽ കരസേന സ്ഥാപിച്ച പ്രതിമ ഏതാണ്? ഛത്രപതി ശിവജി. ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേര്? സൂര്യകിരൺ. മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ് ഓണററി അംഗമാകാൻ ക്ഷണിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പർ സിയാങ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം പേർക്ക് പരിശീലനവും നൽകുന്ന കേരള നോളജ് എക്കോണമി മിഷൻ പദ്ധതി? വിജ്ഞാന കേരളം. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ്? ജിമ്മി കാർട്ടർ. അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. ISROയുടെ ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതികവിദ്യ? സ്പെഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ്. ഇത് ലോഞ്ച് ചെയ്തത് 2024 ഡിസംബർ 30-ന് 10 PM ലോഞ്ച് ചെയ്ത റോക്കറ്റ് PSLV C-60. ലോഞ്ച് ചെയ്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഇതിൻ്റെ മിഷൻ ഡയറക്ടർ M. ജയകുമാറാണ്. ഇതിൽ 2 ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്, ചേസറും ടാർജറ്റും. ചേസർ SDX-01, ടാർജറ്റ് SDX-02. ബഹിരാകാശത്ത് വെച്ച് പേടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തെ രാജ്യം ചൈന, 2ാമത്തെ രാജ്യം റഷ്യ, 3ാമത്തെ രാജ്യം അമേരിക്ക. 2025 ജനുവരി 16-ന് വിജയകരമായി ഡോക്കിംഗ് പൂർത്തിയാക്കി. 2025 വനിതാ കബഡി ലോകകപ്പ് വേദി ഏതാണ്? ബീഹാർ. ഈയിടെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഇന്ത്യ. വെസ്റ്റ് ബംഗാളിൽ നിന്നും ഈയിടെ കണ്ടെത്തിയ പുതിയ സസ്യയിനം? സ്റ്റെല്ലേരിയ ബെൻഗാളിയൻസിസ്. മധ്യ ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് എവിടെയാണ്? റായ്പൂർ. 78ാമത് സന്തോഷ് ട്രോഫി വിജയി ആര്? വെസ്റ്റ് ബംഗാൾ. ഹൈദരാബാദിൽ വെച്ചാണ് സന്തോഷ് ട്രോഫി മത്സരം നടന്നത്. ഫൈനലിലെത്തിയത് വെസ്റ്റ് ബംഗാളും കേരളവുമായിരുന്നു. 1-0 കേരളത്തെ വെസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം, അതായത് 33 പ്രാവശ്യം സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത്. കേരളം 7 പ്രാവശ്യമാണ് സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയത്. കേരളം 1973-74 ആദ്യമായി സന്തോഷ് ട്രോഫി വിജയിക്കുന്നത്. അന്ന് റണ്ണറപ്പ് ആയത് റെയിൽവേസ് ആയിരുന്നു. 3-2 കേരളം റെയിൽവേസിനെ പരാജയപ്പെടുത്തി. അന്ന് എറണാകുളത്ത് വെച്ചായിരുന്നു സന്തോഷ് ട്രോഫി മത്സരം നടന്നത്. വയനാട് ചൂരൽമല ദുരന്തം നടന്ന തീയതി? ജൂലൈ 30, 2024. രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് N. ചന്ദ്രബാബു നായിഡു. 2025 ന്യൂ ഇയർ ആദ്യം എത്തിയത് കിരിബാത്തി ദ്വീപിലാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വറിലെ ജനതാ മൈതാനാണ്. രാജ്യത്തെ കടലിന് കുറുകെയുള്ള ആദ്യ കണ്ണാടി പാലം കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവള്ളുവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരാണ് ഇത് നിർമ്മിച്ചത്. ഏകദേശം 77 മീറ്റർ നീളം, 10 മീറ്റർ വീതി, 133 അടി ഹൈറ്റ് എന്നിവയാണ് ഇതിനുള്ളത്. ഏകദേശം 37 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഇത് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായ M. K. സ്റ്റാലിനാണ്. ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ? CR 450. പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം? ചഷ്മ ന്യൂക്ലിയർ പവർ പ്ലാന്റ് യൂണിറ്റ് 5 അഥവാ C5 ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി 1200 മെഗാവാട്ടാണ്. പഞ്ചാബ് പ്രവിശ്യയിലെ മിയാൻ വാലിയിലാണ് ഇത് നിർമ്മിക്കുന്നത്.
സംസ്ഥാന സർക്കാരിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹരിവരാസന പുരസ്കാരം 2025 ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ആദ്യമായി ഇത് ലഭിച്ചത് KJ യേശുദാസിനാണ് 2012. മകരവിളക്ക് ദിവസം ശബരിമല സന്നിധാനത്ത് വെച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ 2025 ജനുവരി 1 അന്തരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. നെതർലാൻഡിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരം അദ്ദേഹത്തിന് 2012 ലഭിച്ചു. അത് ലഭിക്കുന്ന ഫസ്റ്റ് ഏഷ്യനാണ് ഡോക്ടർ KS മണിലാൽ. പുതിയ 19 സസ്യ ഇനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത് ഡോക്ടർ KS മണിലാലാണ്. 4 സസ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. 2020 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചു. 2023 ജാനകി അമ്മാൾ പുരസ്കാരം ലഭിച്ചു. ജാനകി അമ്മാൾ പുരസ്കാരം നൽകിയത് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റാണ്. 2025 ഏത് വർഷമായാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്? പരിഷ്കാരങ്ങളുടെ വർഷം അഥവാ ഇയർ ഓഫ് റിഫോംസ് ആണ്. ഗുജറാത്തിലെ 34ാമത് ജില്ല വേവ് തരാദാണ്. ഇത് 2025 ജനുവരി 1 ഒഫീഷ്യലി നിലവിൽ വന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തരാദ് ആണ്. ഫസ്റ്റ് സ്കിൻ ബാങ്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഗോറിച്ചൻ പീക്ക് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ബുക്യ യശ്വന്ത് നായിക്കാണ്. തെലുങ്കാനക്കാരനാണ്. ഗോറിച്ചൻ പീക്ക് അരുണാചൽ പ്രദേശിലാണ്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ തിരുവല്ല സ്വദേശി സീന സാറ മഞ്ജു. 2024 കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കണ്ണൂർ. 2ാമത് കോഴിക്കോട്, 3ാമത് കോട്ടയം. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ല. 2025 ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് HMPV, ഹ്യൂമൺ മെറ്റാപ്ന്യൂമോ വൈറസ്. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് RT-PCR ആണ്. HMPVയുടെ ഇൻക്യുബേഷൻ പീരീഡ് 3 to 6 days ആണ്. HMPV ആദ്യമായി ലോകത്ത് റിപ്പോർട്ട് ചെയ്തത് നെതർലാൻഡിലാണ് 2001. ഇന്ത്യയിൽ അത് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ് ആദ്യമായി. 2025 പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ്. ദുബായ് ആസ്ഥാനമായ ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ചെയർമാനാണ് കൊല്ലം സ്വദേശിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. പ്രവാസി ഭാരതീയർക്കായി രാഷ്ട്രപതി നൽകുന്ന പരമോന്നത പുരസ്കാരമാണിത്. 27 പ്രവാസി ഭാരതീയർക്കാണ് 2025 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൽജീവൻ മിഷൻ്റെ കീഴിൽ എല്ലാ വീട്ടിലും 100% വാട്ടർ കണക്ഷൻ നൽകിയ സംസ്ഥാനം പഞ്ചാബാണ്. വനസംരക്ഷണത്തിനായി മഹാഭാരത വാതിക സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളെ പറയുന്നത് ജനറേഷൻ ബീറ്റ ബേബി എന്നാണ്. ഭാരത് ബോൾ എന്ന പോർട്ടൽ വികസിപ്പിച്ചത് CBI ആണ്. 74ാമത് സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഗുജറാത്തിലാണ്. ജോൺ മഹാത്മ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് തിരഞ്ഞെടുത്തത്? ഘാന. വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. 31ാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് നടക്കുന്നത് ഭോപ്പാലിലാണ്. വരുണ 2025 ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്. പ്രസൻറ്റ് ചെയർമാൻ ഓഫ് ISRO V നാരായണൻ. 11ാമത് ചെയർമാനാണ് അദ്ദേഹം. ഇന്ത്യയുടെ ക്രയോമാൻ എന്നാണ് V നാരായണനെ അറിയപ്പെടുന്നത്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യ. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രം ജരാവ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമായിരുന്നു. അന്നത്തെ വിജയി തൃശ്ശൂരാണ്. 6ാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ വിജയിക്കുന്നത്. 108 പോയിൻ്റായിരുന്നു തൃശ്ശൂരിന്. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷൻ B അശോകാണ്.